ഇനിയൊരു റിമാർക്കാണുള്ളത്. അതായത് നമ്മൾ കുറച്ച് മുന്നേ എന്താണ് സൈൻ സ്ക്വയർ എക്സിൻ്റെയും കോസ് സ്ക്വയർ എക്സിൻ്റെയും ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചു ഇല്ലേ? എൻ്റെ ആവറേജ് വാല്യൂൻ്റെ ഫോർമുല ഒരു ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് ഓപ്പൺ ഇൻ്റർവൽ എ ബി is equal to എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ബി മൈനസ് സി അല്ലേ? അപ്പോൾ നോക്കിയേ, നമുക്കറിയായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സൈൻ സ്ക്വയർ എക്സിൻ്റെയും കോസ് സ്ക്വയർ എക്സിൻ്റെയും മൈനസ് പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ആവറേജ് വാല്യൂ 1/2 ആണ് അല്ലേ? അതായത് മൈനസ് പൈ ഇല്ലേ? അപ്പോൾ ആ ആവറേജ് വാല്യൂൻ്റെ ഫോർമുലയിൽ അത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സിൻ്റെ ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ, ആവറേജ് വാല്യൂ എങ്ങനെ ആ ഫോർമുല എങ്ങനെയാണ്? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ എന്ത് കിട്ടും? 2π വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞ് കിട്ടി. അതേപോലെ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഓവർ ദ ഇൻ്റർവൽ മൈനസ് പൈ എന്ന് പറയുന്നത് 1/2 കിട്ടി. അതായത് ആ ഫോർമുല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ 2π ഇസ് ഈക്വൽ ടു 1/2. ആ ബൈ 2π ആണ് പുറത്തെടുത്ത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. ജനറലി നമുക്ക് പറയാം കോസ് സ്ക്വയർ എൻ എക്സിൻ്റെയും സൈൻ സ്ക്വയർ എൻ എക്സിൻ്റെയും ആവറേജ് വാല്യൂ എന്താ? 1/2 ആണ്. അതായത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഏത് ഇൻ്റർവെല്ലാണ്? മൈനസ് പൈയിൽ ദറ്റ് ഈസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആൻഡ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ സ്ക്വയർ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആണല്ലോ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏത് പീരീഡ് എടുത്താലും സൈൻ എം എക്സിൻ്റെയും കോസ് എൻ എക്സിൻ്റെയും സൈൻ എം എക്സും കോസ് എൻ എക്സും ഈ എമ്മും എന്നും ഇൻറ്റിജേഴ്സാണ്. ഓക്കെ, ഈ സൈൻ എം എക്സിൻ്റെയും സൈൻ എം എക്സിൻ്റെയും കോസ് എൻ എക്സ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആവറേജ് വാല്യൂ ഓവർ ദ ഇൻ്റർവൽ മൈനസ് പൈ അതെങ്ങനെ വരിക? ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ബൈ പൈ മൈനസ് പൈ ഇല്ലേ? അങ്ങനെ വരത്തില്ലേ? ആവറേജ് വാല്യൂൻ്റെ ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താ സൈൻ എം എക്സ് ഇൻറ്റു എന്താ കോസ് എൻ എക്സ് ഡി എക്സ് ബൈ എന്ത് കിട്ടും നമുക്ക്? പൈ ബി മൈനസ് എ, ബി ആണ് പൈ, എ മൈനസ് പൈ മൈനസ് പൈ. അതായത് നമുക്ക് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 2π ആവും. അതെന്താണെന്ന് നോക്കാം. അത് 0 ആണ്. അതായത് ദറ്റ് ഈസ് 1/2π. ആ ബൈ 2π പുറത്തെടുക്കുമ്പോൾ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്താ? 0 ആണ്. അതായത് സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ ഓവർ ദി ഇൻ്റർവൽ മൈനസ് പൈ എന്താ? 0 ആണ്. അതേപോലെ ദ ആവറേജ് വാല്യൂ ഓഫ് സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഓവർ എ പീരീഡ്, അതായത് മൈനസ് പൈയിൽ സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ആവറേജ് വാല്യൂ എങ്ങനെ? ആ ഫോർമുല എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ബി മൈനസ് സി. ഇവിടെ എ മൈനസ് പൈയും ബി ഫൈയുമാണ്. അപ്പോൾ ആ ഫോർമുലയിൽ കൊടുക്കുമ്പോഴാണ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടുന്നത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ വാല്യൂസാണ് ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വാല്യൂസാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എമ്മും എന്നും ഡിഫറൻ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ 0 വരും, എമ്മും എന്നും ഡിഫറൻ്റ് ആണെങ്കിൽ. ഇനി എമ്മും എന്നും ഈക്വൽ ആണ് പക്ഷെ 0 അല്ല. എമ്മും എന്നും ഈക്വൽ ആണ് പക്ഷെ 0 അല്ല. അങ്ങനെയാണെങ്കിൽ ആവറേജ് വാല്യൂ 1/2 വരും. ഇനി എമ്മും എന്നും 0 ആവുകയാണെങ്കിൽ ആവറേജ് വാല്യൂ 0 വരും. ക്ലിയർ ആയോ? അതായത് സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്താ? എമ്മും എന്നും 0 ആവുകയും എമ്മും എന്നും ഡിഫറൻ്റ് ആവുകയും കൂടി ചെയ്യുവാണെങ്കിൽ എന്ത് വരും? ആവറേജ് വാല്യൂ എന്ത് വരാൻ പറ്റും? 0 വരും. എമ്മും എന്നും ഡിഫറൻ്റ് ആയാലും ആവറേജ് വാല്യൂ 0 ആണ്. എമ്മും എന്നും 0 ആവുകയാണെങ്കിലും ആവറേജ് വാല്യൂ 0 വരും. അതേപോലെ എമ്മും എന്നും 0 അല്ലാതെ വേറെ ഏത് വാല്യൂസ് വന്നാലും പക്ഷേ സെയിം ആയിരിക്കണം. എമ്മും എന്നും സെയിം ആയിരിക്കണം പക്ഷേ 0 ആവാൻ പാടില്ല. എമ്മും എന്നും സെയിം ആയിരിക്കണം പക്ഷേ 0 ആവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ആവറേജ് വാല്യൂ എന്ത് വരും? 1/2 വരും. മനസ്സിലായോ? തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചത് തിരിഞ്ഞു പോയത്. തൊട്ട് മുകളിൽ പഠിച്ചത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സിൻ്റെ ആവറേജ് വാല്യൂ അതാണ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അതെന്താണ്? 0 ആണ്. ഇനി ഇതേപോലെ സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എമ്മും എന്നും ഡിഫറൻ്റ് ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സൈൻ 2x ഇൻറ്റു സൈൻ 3x അതിൻ്റെ ആവറേജ് വാല്യൂ എന്താ? അവിടെ ഒരിടത്ത് എം 3യും മറ്റൊരിടത്ത് n 2 ആണ്.
ഇങ്ങനെ പറഞ്ഞാൽ എഴുതി കാണിച്ചു തരാം. സൈൻ 3x ഇൻറ്റു സൈൻ 2x. ഈ പ്രോഡക്റ്റിൻ്റെ ആവറേജ് വാല്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 3യും എൻ്റെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. മനസ്സിലായോ? ഇനി സൈൻ 0x സൈൻ 0x ആണെങ്കിൽ ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. അതായത് എന്നും 0 ആണെങ്കിൽ ആവറേജ് വാല്യൂ 0. മനസ്സിലായി? ഇനി എമ്മും എന്നും 0 അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാർ വരുവാണെങ്കിൽ, അതിപ്പം സൈൻ 2x ഇൻറ്റു സൈൻ 2x, സൈൻ 2x ഇൻറ്റു സൈൻ 2x. ഇവിടെ എം 2 ആണ്, എന്നും എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ എൻ്റെ ആവറേജ് വാല്യൂ എന്ത് വരും? 1/2 വരും. ഇനി സൈൻ 3x ഇൻറ്റു സൈൻ 3x ആയിക്കോട്ടെ, എമ്മും എന്നും 3 അല്ലേ? ആവറേജ് വാല്യൂ എന്ത് വരും? 1/2 തന്നെ വരും. മനസ്സിലായോ? എമ്മും എന്നും ഡിഫറൻ്റ് ആണെങ്കിൽ 0, എമ്മും എന്നും ഈക്വൽ ടു 0 ആണെങ്കിലും എമ്മും എന്നും 0 ആയാലും ആവറേജ് വാല്യൂ 0. എമ്മും എന്നും 0 അല്ലാതെ സെയിം വാല്യൂസ് വരുവാണെങ്കിൽ മാത്രമേ 1/2 ആകത്തുള്ളൂ. ഇതേപോലെ കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ, അതിനെയാണ് നമ്മൾ ആ ഫോമിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. 1/2π ഇൻറ്റു ഇൻറ്റഗ്രൽ -π2π കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അവിടെ എമ്മും എന്നും ഡിഫറൻ്റ് ആവുകയാണെങ്കിൽ ആവറേജ് വാല്യൂ 0 വരും. എമ്മും എന്നും 0 ആവുകയാണെങ്കിൽ ആവറേജ് വാല്യൂ 1 വരും. എമ്മും എന്നും 0 അല്ലാതെ വേറെ ഏത് നമ്പേഴ്സ് വന്നാലും ആവറേജ് വാല്യൂ 1/2 വരും. ഓക്കെ, അതായത് ദ ആവറേജ് വാല്യൂ ഓഫ് കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഓവർ എ പീരീഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2π. പീരീഡ് ഇസ് ഈക്വൽ ടു 1/2π. അതായത് -π/πയിൽ കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എമ്മും എന്നും 0 ആവുകയാണെങ്കിൽ, അതായത് കോസ് 0x ഇൻറ്റു കോസ് 0x, കോസ് 0x ഇൻറ്റു കോസ് 0x അങ്ങനെ വരുവാണെങ്കിൽ ആവറേജ് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്താണ് കോസ് 2x ഇൻറ്റു കോസ് 5x. ഇവിടെ എം എന്താ? 2, എൻ എന്താ? 5. ഇപ്പോൾ ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, ഇനി എം ഇനി ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് കോസ് 2x ഇൻറ്റു കോസ് 5x, കോസ് 2xൻ്റെ എമ്മും ഇന്നും സെയിം ആവും. കോസ് 2x ഇൻറ്റു കോസ് 2x, എമ്മും 2 ആണ്, ഇന്നും 2 ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ എന്ത് വരും? 1/2 വരും. കോസ് 5x ഇൻറ്റു കോസ് 5x, എമ്മും ഇന്നും 5 തന്നെയാണ്. അപ്പോൾ ആവറേജ് വാല്യൂ എന്ത് വരും? 1/2 തന്നെ വരും. മനസ്സിലായോ? ഇനി e⁻IKSൻ്റെ ആവറേജ് വാല്യൂ ഓവർ ദ പീരീഡ് -π/π അതെന്താണെന്ന് നോക്കാം. നമ്മൾ ആവറേജ് വാല്യൂൻ്റെ ഫോർമുല എങ്ങനെയാണ്? ആവറേജ് വാല്യൂ ഓഫ് e⁻IKS ഓവർ ഏത് ഇൻ്റർവെല്ല? -π/π. അപ്പോൾ ആവറേജ് വാല്യൂൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഇൻ്റഗ്രൽ -π/π എന്ത് വരും? f of x ആര്? e⁻IKX ബൈ എന്ത്? 5 - -π, 5 + π 2π. ആ 2π പുറത്തെടുക്കുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ കിട്ടുന്നത്. 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π e⁻IKX dx എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതെന്ത് വരും എന്ന് നോക്കാം. ദറ്റ് ഈസ് 1/2π ഇൻറ്റു e⁻IKS. ഈ e⁻AXൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? e⁻AX ബൈ a. ഇവിടെ എയുടെ സ്ഥാനത്ത് IK ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? e⁻IKX ബൈ IK എന്ന് പറഞ്ഞ് വരും ഇല്ലേ? അപ്പോൾ 1/2π ഇൻറ്റു e⁻IKX ബൈ IK ലിമിറ്റ് ഫ്രം -π to π ആണല്ലോ. ഇനി ദറ്റ് ഈസ് 1/2π ഇൻറ്റു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1/IK പുറത്തെടുത്തു. 1/IK ഇൻറ്റു e⁻IKS ഫ്രം -π to π. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് 1/2π IK ഇൻറ്റു e⁻IKπ മൈനസ് e⁻−IKπ ആണല്ലോ. ഇനി നോക്കി e⁻Iθ എന്ന ഫോർമുലയുണ്ട്. e⁻Iθ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ e⁻IKπ എന്താ? തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കിട്ടി? e⁻Iθ എന്താ? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് kπ ആണ്. അപ്പോൾ അതെന്ത് വരും? കോസ് kπ പ്ലസ് സൈൻ kπ. സൈൻ kπയുടെ വാല്യൂ എപ്പോഴും 0 ആണ്. കോസ് kπ മൈനസ്, അതായത് സൈൻ kπയുടെ വാല്യൂ എപ്പോഴും എന്താ? 0 ആണ്. കോസ് kπയുടെ വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി, -1/k ആണ്. -1/k ആണ്. ഓക്കെ, അതായത് കോസ് 2π ആണെങ്കിൽ എന്ത് വരും? കോസ് 2π ആണെങ്കിൽ എന്ത് വരും? -1/2 എന്ത് വരും? 1. കോസ് 3π ആണെങ്കിലോ -1/3 എന്ത് വരും? -1 വരും. മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? e⁻IKπ കോസ് kπ കിട്ടി. വാല്യൂ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കോസ് kπ എന്ന് കിട്ടും. e⁻−IKπ എന്ത് വരും? e⁻Iθ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ e⁻−Iθ എന്ന് പറയുന്നത് അതും കൂടെ ആലോചിച്ച് വെച്ചോളൂ. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്.
ഇ റീസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഐ തീറ്റയാണ്. ഇ റീസ് ടു ഐ തീറ്റ ആകുമ്പോൾ നടുക്ക് പ്ലസ് ആവും, മൈനസ് ഉണ്ടെങ്കിൽ നടുക്ക് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഈ റീസ് ടു മൈനസ് ഐ കെ പൈ എന്ത് വരും? ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് കെ പൈ ആണ്. കോസ് കെ പൈ മൈനസ് ഐ സൈൻ കെ പൈ. സൈൻ കെ പൈ 0 ആണല്ലോ, അപ്പോൾ എന്ത് വരും? നമുക്ക് കോസ് കെ പൈ എന്ന് തന്നെ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇ റീസ് ടു ഐ കെ പൈ മൈനസ് ഇ റീസ് ടു മൈനസ് ഐ കെ പൈയിൽ ഇവിടെ കിട്ടിയത് അല്ലേ? അപ്പോൾ അതല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇ റീസ് ടു ഐ കെ പൈയും കോസ് പൈ കെ പൈ ആണ്, ഇ റീസ് ടു മൈനസ് ഐ കെ പൈയും കോസ് കെ പൈ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെ വരും? ഇ റീസ് ടു ഐ കെ പൈ മൈനസ് ഇ റീസ് ടു മൈനസ് ഐ കെ പൈ എന്ത് വരും? കോസ് കെ പൈ മൈനസ് കോസ് കെ പൈ എന്ത് വരും? 0 വരും. സോ 1/2 പൈ ഐ കെ ഇൻറ്റു ഇ റീസ് ടു ഐ കെ പൈ മൈനസ് ഇ റീസ് ടു മൈനസ് ഐ കെ പൈ എന്ത് വരും? 1/2 പൈ ഐ കെ ഇൻറ്റു 0 എന്ത് വരും? 0 തന്നെ വരും. അതായത് ഇ റേസ് ടു ഐ കെ എക്സിൻ്റെ ആവറേജ് വാല്യൂ ഓവർ മൈനസ് പൈ പൈ എന്ന് പറയുന്നത് എന്ത് വരും? 0 തന്നെ വരും. അതായത് 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇ റേസ് ടു ഐ കെ എക്സ് ഡി എക്സ് എന്ത് കിട്ടും? നമുക്ക് 0 എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ഇ റേസ് ടു ഐ കെ എക്സിൻ്റെ ആവറേജ് വാല്യൂ. ക്ലിയർ? ഇനി ഫോറിയർ കോഎഫിഷ്യൻസ് കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. ഇത് ജസ്റ്റ് ഈസിയാണ്. ഈ ഒരു ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വി വോണ്ട് ടു എക്സ്പാൻഡ്, അതായത് ഫോറിയർ സീരീസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ഫംഗ്ഷനെ സൈൻ കൊസൈൻ സീരീസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണല്ലോ ഫോറിയർ സീരീസ്. സൈൻ്റെയും കോസിൻ്റെയും ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അതാണല്ലോ ഫോറിയർ സീരീസ്. അപ്പോൾ ഫോറിയർ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സീരീസിൽ വരുന്ന കോയിഫിഷ്യൻസ്, സൈൻ്റെയും കൊസൈൻസിൻ്റെയും കോയിഫിഷ്യൻസ്, അതാണ് ഫോറിയർ കോയിഫിഷ്യൻസ്. ഓക്കെ, വി വോണ്ട് ടു പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഞാനൊന്ന് വേഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഫോറിയർ കോയിഫിഷ്യൻ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് നമുക്ക് പോകാം. വി വോണ്ട് ടു എക്സ്പാൻഡ് എ ഗിവൺ പീരിയഡിക് ഫംഗ്ഷൻ ഇൻ എ സീരീസ് ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ് ടു സിംപ്ലിഫൈ അവർ ഫോർമുലാസ്. At first, we start with a function of period 2π. The given function f of x of period 2π can be written in terms of sines and cosines as f of x is equal to 1/2 a0 plus a1 cos x plus a2 cos 2x plus a3 cos 3x plus etc. plus b1 sin x plus b2 sin 2x plus etc. Here the above Fourier series, the terms which consist of Fourier series along with the sine and cosine values are called Fourier cosines. Here ans and bns are the coefficients. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോറിയർ സീരീസ് എന്താണ് നമ്മൾ കുറച്ച് മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഫോറിയർ സീരീസും ഒരു ഫോറിയർ സീരീസ് തരുവാണെങ്കിൽ ആ ഫോറിയർ സീരീസിലെ ഫോറിയർ കോയിഫിഷ്യൻസിനെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്നല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ എന്താണ് ഫോറിയർ സീരീസ് എഴുതി കഴിഞ്ഞാൽ ആ ഫോറിയർ സീരീസിൽ എന്താണ് ആ കോയിഫിഷ്യൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പം ഫോറിയർ സീരീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പീരിയോഡിക് ഫംഗ്ഷന് നമുക്ക് സൈൻ്റെയും കൊസൈൻസിൻ്റെയും സൈൻസിൻ്റെയും കൊസൈൻസിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സൈൻസിൻ്റെയും കൊസൈൻസിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് കണ്ടിട്ടുണ്ട് ഇല്ലേ? പവർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? സിസം ഇല്ലേ? ഇപ്പോൾ സിഗ്മ എൻ ഫ്രം 0 to ഇൻഫിനിറ്റി എ എൻ, അതെന്താണ്? ഒരു ഇൻഫിനൈറ്റ് സീരീസ് അല്ലേ? ഒരു ഇൻഫിനൈറ്റ് സീരീസാണത് അല്ലേ? അപ്പോൾ നമ്മളിതേപോലെ പിന്നെ സീരീസ് പഠിച്ചു, സീരീസ് പഠിച്ചു, പിന്നെ പവർ സീരീസ് പഠിച്ചു ഇല്ലേ? ഇപ്പോൾ ഇതാ ഫോറിയർ സീരീസ് നമ്മൾ പഠിച്ചു. ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? പീരിയോഡിക് ഫംഗ്ഷൻ തന്നിരിക്കുന്ന പീരിയോഡിക് ഫംഗ്ഷനെ നമുക്ക് സൈൻസിൻ്റെയും കൊസൈൻസിൻ്റെയും ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു സീരീസിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. ഈ ഫോറിയർ സീരീസാണ് അതിൻ്റെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഫോറിയർ സീരീസാണ് ഇവിടെ ഇക്വേഷൻ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു a0 പ്ലസ് a1 cos x പ്ലസ് a2 cos 2x പ്ലസ് a3 cos 3x പ്ലസ് എക്സെട്ര പ്ലസ് b1 sin x പ്ലസ് b2 sin 2x പ്ലസ് b3 sin 3x പ്ലസ് എക്സെട്ര. ഓക്കെ, ഇവിടെ എ എന്നും ബി എൻസുമാണ് ഈ ഫോറിയർ സീരീസിൽ സൈൻ്റെയും കോസിൻ്റെയും കൂടെ വരുന്ന ആൾക്കാർ. നോക്കിയേ, കോസിൻ്റെ കൂടെ വരുന്ന ആൾക്കാർ എന്താ? a1 a2 a3 എക്സെട്ര. സൈൻ എക്സിൻ്റെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ b1 b2 b3 എക്സെട്ര അല്ലേ? പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ടൈം ഉണ്ട് 1/a0. അപ്പോൾ ഈ a0 a1 a2 a3 എക്സെട്ര അതേപോലെ b1 b2 b3 ഇതിനെയൊക്കെയാണ് നമ്മൾ ഫോറിയർ കോയിഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ എൻസിൻ്റെയും ബി എൻസിൻ്റെയും ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ a0ൻ്റെ ഫോർമുലയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ a0ൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്
നമ്മൾ ഈ ഒരു ഇക്വേഷൻ 1 ഓരോ ടേമിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്ന അറിയാമോ? ആവറേജ് കണ്ടുപിടിക്കാൻ പോവാം ഓവർ ദ ഇൻ്റർവൽ -π. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കേസിലും നമ്മൾ ഇൻ്റർവെൽ -π തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ -π എഫ് ഓഫ് എക്സിൻ്റെ ആവറേജ് വാല്യൂ എന്താ? ആ ഫോമുല എന്താ? ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ആവറേജ് വാല്യൂ എന്താ? ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ബി മൈനസ് സി അല്ലേ? എ ബി എന്നാണ് ഇൻ്റർവൽ. -π ആകുമ്പോഴോ ഇൻ്റഗ്രൽ -π to π എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ എന്ത് കിട്ടും നമുക്ക്? 5 മൈനസ് പൈ ഇല്ലേ? പൈ മൈനസ് പൈ എന്ത് വരും? 5 + π 2π എന്ന് തന്നെ വരും. ഈ ഡിനോമിനേറ്റർ എന്ത് വരും? 2π. അതെങ്ങനാവും? ജസ്റ്റ് ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ -π ആവറേജ് വാല്യൂ. എന്താ? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? അപ്പോൾ ഇതേപോലെ ഓരോ ടേമിനും നമ്മൾ എന്തെടുക്കും? ആവറേജ് വാല്യൂ എടുക്കും. ഫസ്റ്റ് എഫ് ഓഫ് എക്സിന് ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി അടുത്ത് a0/2 ഇല്ലേ? 1/2 a0, അതായത് a0/2 ഇത് കോൺസ്റ്റൻ്റ് അല്ലേ? പുറത്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന ഫംഗ്ഷൻ 1 ആണ് ഇല്ലേ? കോൺസ്റ്റൻ്റ് പുറത്തെടുക്കുക, പിന്നെ ആ ഫംഗ്ഷനും. ഫസ്റ്റ് ടൈം ഇവിടെ ആരായിരുന്നു? 1/2 a0, അതായത് a0/2 അത് പുറത്തെടുക്കുമ്പോൾ പിന്നെ വരുന്ന ഫംഗ്ഷൻ എന്താ? 1/2. അപ്പോൾ 1/2ൻ്റെ ആവറേജ് വാല്യൂ എന്താ? ഓവർ -π 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സിൻ്റെ ആണെങ്കിൽ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഫംഗ്ഷൻ 1 ആണെങ്കിലോ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π 1 dx. മനസ്സിലായോ? അതാണ് ഇവിടെ വന്നിട്ടുള്ളത് a0/2. കോൺസ്റ്റൻ്റ് അവിടെ a0/2 ഉള്ളതുകൊണ്ട് a0/2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π 1 dx. ഇനി അടുത്തത് a1 cos x. a1 കോൺസ്റ്റൻ്റ് അത് പുറത്തെടുത്ത്. അപ്പോൾ cos എക്സിൻ്റെ ആവറേജ് വാല്യൂ എന്താ? -π/ൽ 1/2π ഇൻറ്റു എന്ത് വരും? ഇൻ്റഗ്രൽ -π to π എന്ത് വരും? ഫംഗ്ഷൻ എന്തായിരുന്നു? രണ്ടാമത്തത് cos x dx. പിന്നെ അവിടെ കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് ആ കോൺസ്റ്റൻ്റ് പുറത്തെടുക്കുന്നു. അങ്ങനെയാണ് അടുത്ത ടൈം വന്നത്. മനസ്സിലായി? a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x dx. അടുത്ത ടൈം a2 cos 2x. അവിടെ a2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ ആവറേജ് വാല്യൂ എടുക്കാൻ എങ്ങനെ വരും നമുക്ക്? പ്ലസ് a2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π ഫംഗ്ഷൻ എന്താ? cos 2x ആണ്. a2 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. cos 2x dx പ്ലസ് എക്സെട്ര പ്ലസ് ഇനി എന്താ? അടുത്ത ഫംഗ്ഷൻ അടുത്ത ടൈം ആരാ? b1 sin x. അപ്പം അവിടെ കോൺസ്റ്റൻ്റ് ആരാ? b1. ദറ്റ് ഈസ് b1 ഇൻറ്റു എന്ത് കിട്ടും? ആവറേജ്. പിന്നെ ഫംഗ്ഷൻ എന്താ? sin x. b1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π sin x dx. അടുത്ത b2 sin 2x അല്ലേ? അവിടെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെ വരും? കോൺസ്റ്റൻ്റ് b2 ആണ്. അപ്പം b2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π sin 2x dx എന്ന് പറഞ്ഞ് വരും. അടുത്ത b3 sin 3x. അവിടെ എങ്ങനെ വരും? പ്ലസ് b3 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π sin 3x dx പ്ലസ് എക്സെട്ര. അങ്ങനെ അങ്ങ് പോകും. ഇവിടെ ഒരു ടേം എഴുതിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ഒരു ഇക്വേഷൻ 1 ഓരോ ടേമിൻ്റെയും ആവറേജ് വാല്യൂ അങ്ങോട്ട് എടുത്തു വെച്ചു. ഇനി നോക്കിയേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇനി ഇതിൽ ഏതൊക്കെ 0 ആയി പോകും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒരു ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെ 0 ആയി പോകുന്നൊന്ന് ചെക്ക് ചെയ്യാം. All the integrals on the right hand side are 0 except the first, because the integrals are of the form sin x sin mx cos nx or cos mx cos nx with n equal to 0 or and m not equal to 0. ഇവിടെ നോക്കിയ മക്കളെ, സൈൻ 0 എന്താ മക്കളെ? സൈൻ 0യുടെ വാല്യൂ എന്താ? സൈൻ 0 എന്താ? 0. കോസ് 0 എന്താ? 1 ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈൻ എം എക്സ് കോസ് എൻ എക്സ്. സൈൻ എം എക്സ് കോസ് എൻ എക്സിൽ എമ്മും എന്നും ഡിഫറെൻ്റ് ആവുകയാണെങ്കിൽ വാല്യൂ എന്ത് വരും? 0 വരും. അതുപോലെ കോസ് എം എക്സ് കോസ് എൻ എക്സിലും എമ്മും എന്നും ഡിഫറെൻ്റ് ആവുകയാണെങ്കിൽ വാല്യൂ എന്ത് വരും? 0 വരും അല്ലേ? ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റ് ടൈമിനകത്ത് സൈനും ഒന്നുമില്ല. സെക്കൻഡ് ടൈം തൊട്ടാണ് ഈ കോസ് അതായത് ഫങ്ഷൻസ് വരുന്നത്. അതായത് കോസ് ആയിക്കോട്ടെ സൈൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുന്നത് സെക്കൻഡ് ടൈം തൊട്ടാണ്. ഇവിടെ നോക്കി a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x dx. അവിടെ എനിക്ക് ഇങ്ങനെ കൊടുത്തുകൂടെ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം. അതായത് ഇവിടെ ഈ ഒരു ടൈം മാത്രമേ 0 ആവാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ടൈമും
ബാക്കി ഇങ്ങോട്ട് വരുന്ന എല്ലാ ടേമും 0 ആയി പോകുന്നുണ്ട്. അതെങ്ങനെ 0 ആയി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നോണം. ബാക്കി ആവശ്യമുള്ളത് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ടേം ഞാൻ എടുക്കുന്നു. എന്തായിരുന്നു ആ ടേം? a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x dx അല്ലേ? ആണോ? അതിനെനിക്ക് ഇങ്ങനെ എഴുതാമോ? a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x ഇൻറ്റു cos 0 dx എന്ന് എഴുതാമോ? cos x ഇൻറ്റു cos 0 dx എന്ന് എഴുതാമോ? cos x ഇൻറ്റു cos 0x dx എന്ന് എഴുതാമോ? കാരണം cos 0 എന്താണ്? 1 ആണ്. cos 0x മീൻസ് cos 0. cos 0x എന്ന് വെച്ചാൽ എന്താ? 0 ഇൻറ്റു x 0. ദാറ്റ് ഈസ് cos 0 എന്ന് പറഞ്ഞിട്ടും. cos 0x എന്ന് വെച്ചാൽ cos 0. cos 0 എന്താ? 1 അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ടേം വന്നത് cos 0x വന്നെന്നും പറഞ്ഞു. തൊട്ട് മുന്നേ ഉള്ള ടേമിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. കാരണം cos 0x 1 ആണ്. അപ്പം a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x dx-നെ നമുക്ക് എങ്ങനെ എഴുതാം? a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π cos x ഇൻറ്റു cos 0x dx എന്ന് എനിക്ക് എഴുതാൻ പറ്റും. കാരണം cos 0x 1 ആയതുകൊണ്ട് അല്ലേ? ആണല്ലോ. ഇനി ഇവിടെ നോക്കേ, ആവറേജ് വാല്യൂ ഓഫ് കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് 0 ആണ്. എമ്മും എന്നും ഡിഫറെൻ്റ് ആണെങ്കിൽ. ഇവിടെ എം 1, കോസ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ? കോസ് എം എക്സ്, ഇവിടെ കോസ് എക്സ് ആണ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ? 1. കോസ് 0x എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 0. അതായത് എം 1ഉം എൻ 0യും, അതായത് എം എന്നും ഡിഫറെൻ്റ്. അപ്പോൾ ഈ ഒരു ആവറേജ് വാല്യൂ എന്താവും? 0 ആയി പോകും. അതായത് സി ടൈം എന്താവും? 0 ആയി പോകും. ക്ലിയർ ആയോ? അതായത് സെക്കൻഡ് ടൈം അങ്ങനെ നമുക്ക് 0 ആക്കാൻ പറ്റി. 0 ആയി. ഇനി ഇവിടെ അതേപോലെ തേർഡ് ടൈമും 0 ആയല്ലോ. എങ്ങനെ 0 ആവും? തേർഡ് ടൈമിൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ ഇട്ടിരുന്നു. -π to π cos 2x dx അല്ലേ? cos 2x ഇൻറ്റു cos 0x എന്ന് ഇടാമല്ലോ. cos 2x ഇൻറ്റു cos 0x എന്ന് എനിക്കിടാൻ പറ്റുമോ? ഇവിടെ എം 2ഉം എൻ എന്താ? 0യും ആണ്. cos 0x എന്താ മക്കളെ? അതായത് ഈ രണ്ടാമത് ഫസ്റ്റ് ഈ ടൈം 0 ആയിപ്പോയി. ഇനി അടുത്ത ടൈം, ഈ ടൈം 0 ആയിപ്പോയി. ഈ ടൈം 0 അല്ല, പക്ഷേ ഈ ടൈം ഇപ്പം നമ്മൾ 0 ആക്കി. ഇനി അടുത്ത ടൈം എടുക്കാൻ പോവാം. അടുത്ത ടൈമിൽ ദാണ്ട ആ ഒരു ആവറേജ് വാല്യൂ എടുത്തേ. 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എന്താ? cos 2x അല്ലേ? അതിൻ്റെ കൂടെ cos 0x എന്താ? cos 0x എന്താ? cos 0 ആണ്. cos 0 എന്താ? 1 ആണ് അല്ലേ? അപ്പം അതിന് എങ്ങനെ എഴുതാം? cos 2x ഇൻറ്റു cos 0x dx എന്ന് എഴുതാം അല്ലേ? cos 0x എന്താ? 1 അല്ലേ? അപ്പം ഇത് cos 0x കൊടുത്തതുകൊണ്ട് cos 0x എക്സ്ട്രാ ഇവിടെ വന്നതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ മാറുമോ? ഇല്ല. കാരണം cos 0x 1 ആണ്. cos 2x മീൻസ് cos 2x ഇൻറ്റു 1 അല്ലേ? അപ്പോൾ ആ 1 പകരം cos 0x ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ? 2ഉം എന്നിൻ്റെ സ്ഥാനത്ത് എന്താ? 0യും ആണ്. അപ്പോൾ എന്താ? നമുക്കറിയാം cos എം എക്സ് ഇൻറ്റു, നമ്മൾ ആ റിമാർക്കിൽ കണ്ടതാണ് cos എം എക്സ് ഇൻറ്റു cos എൻ എക്സിൽ എമ്മും എന്നും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ത് വരും? 0 വരും. അപ്പോൾ അതും എന്തായി? 0 ആയി. മനസ്സിലായോ? അപ്പോൾ ഈ ഫസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി അങ്ങോട്ട് വരുന്ന എല്ലാ കൊസൈൻസും 0 ആയി. ഇനി ഇതേപോലെ സൈൻ്റെ കാര്യം നോക്കാം. ഈ സൈനിൽ വരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? b1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π sin x dx അല്ലേ? ഇറ്റ് ഈസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എന്താണ്? sin x dx അല്ലേ? sin x dx മീൻസ് sin x ഇൻറ്റു 1 dx അല്ലേ? ആ 1ന് പകരം എനിക്ക് ഇയാളെ കൊടുത്തുകൂടി 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π sin x ഇൻറ്റു 1ന് പകരം cos 0x കൊടുത്തുകൂടി. cos 0x dx cos 0x dx കൊടുത്തുകൂടി. sin x ഇൻറ്റു cos 0x dx. അപ്പോൾ നോക്കി മക്കളെ, ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 1ഉം എന്നിൻ്റെ സ്ഥാനത്ത് 0യും. sin എം എക്സ് ഇൻറ്റു കോസ് എം എക്സിൽ എമ്മും എന്നും ഡിഫറെൻ്റ് ആണെങ്കിൽ ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. ഇവിടെ എം 1ഉം എൻ 0യും ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ സൈനും 0 ആയി പോകും. ഇനി തൊട്ടടുത്ത് വരുന്ന ടേം എന്താ? ഇത് കഴിഞ്ഞാൽ ഈ b1 ഇൻറ്റു 1/2π ഇൻറ്റു സൈൻ ഇൻ്റഗ്രൽ -π to π sin x dx കഴിഞ്ഞാൽ അടുത്ത ടേം എന്താ? b2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π
എന്ത് വരും? സൈൻ 2x dx അല്ലേ? അപ്പോൾ അവിടെ ഇൻ്റഗ്രൽ ഞാൻ ആവശ്യമുള്ളത് മാത്രം കോൺസ്റ്റൻറ്റിനെല്ലാം മാറ്റി ആവശ്യമുള്ളത് മാത്രം കാണിക്കാം. -π to π അകത്ത് വരുന്നത് എന്താ? സൈൻ 1/2πയും കൂടെ കിടപ്പുണ്ട്, എന്നിട്ടുണ്ടെങ്കിലല്ലേ ആവറേജ് വാല്യൂ ആവും. സൈൻ 2x dx അല്ലേ, അതായത് സൈൻ 2x × 1 dx. ഇത് പാരാമീറ്ററാണേ. അപ്പോൾ അവിടെ ഈ 1ന് പകരം cos 0x കൊടുക്കാം, കാരണം cos 0 1 ആണ് അല്ലേ. 1/2π × ഇൻ്റഗ്രൽ -π to π സൈൻ 2x × cos 0x dx അല്ലേ. cos 0x dx ആണല്ലോ. cos 0 എന്താ? 1 ആണ് അല്ലേ. cos 0 എന്താ? 1 ആണ്. അപ്പം എന്ത് കിട്ടി നമുക്ക്? ഇവിടെ m2ഉം n 0യാണ്. അപ്പോൾ m n ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. അതായത് അങ്ങോട്ടുള്ള എല്ലാ സൈൻസും എന്താവും? 0 ആയിപ്പോവും. അപ്പോൾ ആര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ? ഫസ്റ്റ് ടീം, അതായത് a0/2 × 1/2π × ഇൻ്റഗ്രൽ -π to π dx. അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതായത് നമുക്ക് കിട്ടും 1/2π × ഇൻ്റഗ്രൽ -π to π f(x) dx = a0/2 × 1/2π × ഇൻ്റഗ്രൽ -π to π dx. ഇനി ഇൻ്റഗ്രൽ -π to π dx എന്താ? x ആണ്. എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 5 മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -π. ദറ്റ് ഈസ് a0/2 × 1/2π × 5 മൈനസ് -π. ദറ്റ് ഈസ് a0/2 × 1/2π × 2π. ദറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? a0/2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് a0/2 = 1/2π × ഇൻ്റഗ്രൽ -π to π f(x) dx. നമുക്ക് a0 അല്ലേ വേണ്ടുന്നത്. അപ്പോൾ a0 മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തണം. ആ /2 അപ്പുറത്തോട്ട് പോകുമ്പം എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ദറ്റ് ഈസ് 1/2π × 2 × -π to π f(x) dx. 2 × 2 ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? a0 എന്ത് കിട്ടും? 1/π × ഇൻ്റഗ്രൽ -π to π f(x) dx. ഇതേപോലെ നമുക്ക് ആരെയും ഇവാലുവേറ്റ് ചെയ്യാം? a1നെയും കാണാം. അപ്പോൾ ഓരോ ടീമിനും എന്തെടുക്കണം നമ്മൾ? a1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻ 1നെ നമ്മൾ എല്ലാ ടീമിനെയും cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആവറേജ് വാല്യൂ എടുക്കണം. ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇതെല്ലാവരും ഇക്വേഷൻ 1 ഓരോ ടീമിനെയും cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a1 cos x f(x) × cos x = 1/2 × a0 cos x plus a1 × cos x × cos x plus a2 × cos 2x × cos x plus etc. plus b1 × sin x cos x plus b2 × sin 2x cos x plus b3 × sin 3x cos x plus etc. അങ്ങനെയല്ലേ വരുന്നത്? എന്നിട്ട് ആവറേജ് വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഇൻ്റർവെല്ലിൽ? -π അപ്പോൾ 1/2π × ഇൻ്റഗ്രൽ -π to π ആ ഫംഗ്ഷൻ dx. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ f(x) cos x. അപ്പോൾ ആവറേജ് വാല്യൂ കാണുമ്പോൾ അങ്ങനെ വരും 1/2π × ഇൻ്റഗ്രൽ -π to π f(x) cos x dx = a0/2 × 1/2π × ഇൻ്റഗ്രൽ -π to π cos x dx plus a1 × 1/2π × ഇൻ്റഗ്രൽ -π to π cos square x dx plus a2 × അതായത് cos x × cos x cos square x. അങ്ങനെയാണ് ഇവിടെ a1ൻ്റെ അവിടെ cos square x വന്നത് ഫംഗ്ഷൻ. a2 × 1/2π × ഇൻ്റഗ്രൽ -π to π cos 2x × cos x dx plus etc. plus b1 × 1/2π × ഇൻ്റഗ്രൽ -π to π sin x × cos x dx plus etc. ആണല്ലോ. ഇനിയും നോക്കേ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേമും എന്താവും? റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേമും 0 ആവും. a1 ഒഴികെ ബാക്കി എല്ലാ ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ടേമും എന്താവും? 0 ആവും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കാരണം ഇവിടെ നോക്കി റൈറ്റ് ഹാൻഡ് സൈഡിലേ ഈ ഫസ്റ്റ് ടേമിൽ cos x × dx അല്ലേ മക്കളെ. അവിടെ അതായത് 1/2π × ഇൻ്റഗ്രൽ -π to π എന്താണ്? cos x dx, അതായത് cos x × cos 0x dx. ഇവിടെ m1ഉം n ഉം 0 ആണ്. m1ഉം n 0 ആണ് അല്ലേ. m1ഉം n 0 ആണ്. അപ്പോൾ m n ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആവറേജ് വാല്യൂ എന്ത് വരും? 0 വരും. ആണല്ലോ. അപ്പോൾ ആ ഒരു ടേം 0 ആയിപ്പോയി. ഇനി ഇവിടെ cos square x dx, അതായത് cos x m n സെയിം ആണല്ലോ അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. a1ൻ്റെ ടേം അവിടെ നിൽക്കട്ടെ. അടുത്ത ടേം നോക്കി. ഇവിടെ cos 2x × cos x dx. ഇവിടെ cos 2x × cos x dx കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ a2 ×
A1 ഞാൻ അവിടെ നിർത്തി. A2 ഇൻറ്റു 1 കാരണം ഈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലേ മക്കളെ, കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. എമ്മും എന്നും സെയിം ആണ്. അപ്പോൾ അവിടെ അത് 0 ആവുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഇൻ്റഗ്രൽ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ A2 പോയി. A2 പോയ സമയത്ത് ഇവിടെ കോസ് 2x ഇൻറ്റു കോസ് എക്സ് ആണ്. ഇവിടെ എം 2ഉം എൻ 1ഉം ആണ് ഇല്ലേ? എം എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് 0 ആയിപ്പോയി. ഇനി ഇങ്ങോട്ട് പോയാലും സൈൻ എം എക്സ് ഇൻറ്റു കോസ് എം എക്സിൽ എം എന്നും ഡിഫറെൻ്റ് ആയി 0 ആണ്. ഇവിടെ എം 1ഉം എന്നും 1 ആണ് ഇല്ലേ? എമ്മും 1 എന്നും 1. അപ്പോൾ അതെന്താവും? 0 ആയി പോവും. മനസ്സിലായോ? സൈൻ എം എക്സ് ഇൻറ്റു കോസ് എം എക്സിൽ വേണ്ടേ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണ്ട ഇവിടെ നോക്ക്. സൈൻ എം എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്താ? 0 ആണ്. സൈൻ എം എക്സ് സൈൻ എക്സ് എൻ എക്സും ഒരേപോലെ വരുമ്പോൾ അതെന്താ? സൈനും കോസും അങ്ങനത്തുള്ള പ്രോഡക്റ്റ് വരുമ്പോഴാണ് ഇത്രയും കണ്ടീഷൻസ് വരുന്നത്. പക്ഷേ സൈനും കോസും ഡിഫറൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. അതായത് ഇൻ്റഗ്രൽ 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്താ? 0 ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ്ട് ഇവിടെ അതാണ്ട് ഇവിടുത്തെ ഇൻ്റഗ്രൽ 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്, അതായത് സൈനും കോസും ആണ് വന്നത്. അപ്പോൾ അതെന്താവും? 0 ആവും. ആവറേജ് വാല്യൂ 0 ആണ് ആ റിമാർക്ക് പ്രകാരം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ബി ഐകളും 0 ആയി പോവും. അങ്ങോട്ടുള്ള എല്ലാ ടേംസും 0 ആയി പോവും. ആകെപ്പാട് നിൽക്കുന്ന ടേം ഇതാ മാത്രമാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ് is equal to A1 ഇൻറ്റു 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. A1 അല്ലേ വേണ്ടുന്നത്? നമുക്കറിയാം കോസ് സ്ക്വയർ എൻ എക്സിൻ്റെ ഇതെന്താ മക്കളെ? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? മൈനസ് പൈയിൽ കോസ് സ്ക്വയർ എക്സിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് 1/2 ആണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ് എന്ത് കിട്ടും? 1/2 ആണല്ലോ. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ് 1/2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ കോസ് സ്ക്വയർ എക്സ് കിട്ടും. അപ്പോൾ കോസ് സ്ക്വയർ എക്സിൻ്റെ ആവറേജ് വാല്യൂ ഇല്ലേ ഇവിടെ വേണ്ടുന്നത്? സോ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ത് കിട്ടും നമുക്ക്? 1/2 ആണല്ലോ. സോ ഇതിനകത്ത് 1/2 അപ്ലൈ ചെയ്യുമ്പോൾ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സിന് 1/2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ് is equal to A1/2 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? A1 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ A1 എന്ത് വരും? ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ A1 is equal to 2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ്. സോ 2 ഇൻറ്റു ക്യാൻസൽ ആയി. ഇപ്പോൾ A1 എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ A1 കണ്ടുപിടിച്ചു, A0 കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഇതേപോലെ AN കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ AN കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ 1ൽ A1 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1ൽ ഓരോ ടേംസിനെയും കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ആവറേജ് വാല്യൂ എടുത്തു. അപ്പോൾ AN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1നെ മൊത്തത്തിൽ നമ്മൾ ഓരോ ടേമിനെയും നമ്മൾ കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആവറേജ് വാല്യൂ എടുക്കണം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിന് ഇക്വേഷൻ 1ൽ ഓരോ ടൈമിനെയും കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് is equal to 1/2 ഇൻറ്റു A0 ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് A1 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് A2 ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് B1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് B2 ഇൻറ്റു സൈൻ 2x ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് B3 ഇൻറ്റു സൈൻ 3x ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് എക്സെട്ര. മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമേ ഉള്ളൂ. എന്നിട്ട് ആവറേജ് വാല്യൂ എടുക്കുന്ന കാര്യം തൊട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ആയിരുന്നു. മൈനസ് പൈയിൽ ആ ഫംഗ്ഷൻ ആവറേജ് വാല്യൂ എന്ത് വരും? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ആ ഫംഗ്ഷൻ ഡി എക്സ് അപ്പം ഓരോ ടേമിൻ്റെയും ആവറേജ് വാല്യൂ എടുക്കണം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം. കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആവറേജ് വാല്യൂ. അപ്പോൾ A0/2 ഇൻറ്റു
1/2 pi into integral minus pi to pi cos n x dx plus a1 into 1/2 pi into integral minus pi to pi cos x into cos n x dx plus e2 into 1/2 pi into integral minus pi to pi cos 2x into cos n x dx plus etc. plus b1 into 1/2 pi into integral minus pi to pi sin x into cos n x dx plus etc. ആണല്ലോ, നമുക്കറിയാവുന്ന കാര്യമായിരുന്നു അല്ലേ? നോക്കേ, എമ്മും എന്നും ഡിഫറെൻ്റ് ആണ്. കോസ് എം എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൽ എമ്മും എന്നും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ വാല്യൂ 0 ആയി പോകത്തില്ലേ? ആ ഒരു ആവറേജ് വാല്യൂ 0 ആയി പോകത്തില്ലേ? അപ്പം നോക്കേ, 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എൻ എക്സ് ഡി എക്സ്. ഇവിടെ 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ അതായത് ഈ കോസും സൈനും ഒക്കെ പീരിയോഡിക് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഓവർ മൈനസ് പൈയിൽ കോസ് എക്സിൻ്റെ ആവറേജ് വാല്യൂം 0 ആണ്, സൈൻ എക്സിൻ്റെ ആവറേജ് വാല്യൂം 0 ആണല്ലോ. അപ്പോൾ എന്താണ്ട് അങ്ങനെ ഫസ്റ്റ് ടേം അങ്ങ് 0 ആയി പോവും. ഈ ടേം അങ്ങ് 0 ആയി പോവും. വേണ്ട, ഈ ഒരു ആവറേജ് വാല്യൂ അങ്ങ് 0 ആയി പോകും. അപ്പോൾ ഈ മൊത്തത്തിൽ ടൈം 0 ആയി പോകും. ഇനി സെക്കൻഡ് ടൈം നോക്കുമ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് അല്ലേ, M1ഉം എന്നിൻ്റെ സ്ഥാനത്ത് എന്നും ആണ്. അത് എമ്മും എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ ആവറേജ് വാല്യൂ 0 ആയി പോകും. അടുത്ത ആവറേജ് വാല്യൂവിൽ M2ഉം എന്നിൻ്റെ സ്ഥാനത്ത് വേറൊരു നമ്പർ എന്നും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എമ്മും എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആവറേജ് വാല്യൂ 0 ആയി പോകും. ഇനി അപ്പോൾ അങ്ങോട്ടുള്ള അതുകൊണ്ട് വ്യത്യാസം വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ അവർ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ ടേമും 0 ആയി പോവും എക്സെപ്റ്റ് വരുന്ന ആളാണ് എൻ. കാരണം ഈ എന്നിനെ കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എൻ കോസ് എൻ എക്സ് എന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇടയ്ക്ക് ഒരു ടേം കൂടി എഴുതണമായിരുന്നു, എഴുതിയില്ലെങ്കിൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. എൻ ഇൻറ്റു അതായത് ആ ഇക്വേഷൻ 1 ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ a0/2 ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് a1 ഇൻറ്റു കോസ് എക്സ് കോസ് എൻ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ്. അതായത് അതായത് ഈ ഒരു ടേം മാത്രം an ഇൻറ്റു കോസ് സ്ക്വയർ എൻ എക്സ് എന്നുള്ള ടേമിൽ വരും. എഴുതിയതും ക്ലിയർ ആയില്ല. അതായത് എന്ത് ടേം an ഇൻറ്റു കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് പറഞ്ഞ് വരും. അതായത് an വിച്ച് ഇസ് ഈക്വൽ ടു ആ എന്ത് ടേം മാത്രമാണ് ഞാൻ പറയുന്നത് an ഇൻറ്റു കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് എന്താ കോസ് സ്ക്വയർ എൻ എക്സ് വരും. ആ എന്ത് ടേം മാത്രം. ഓക്കെ, ആ എന്ത് ടൈമിന് മാത്രം ആ ഒരു ഇത് വരും എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി എല്ലാ ടൈമും ഇങ്ങനെ തന്നെ പ്ലസ് എക്സെട്ര പ്ലസ് b1 ഇൻറ്റു എന്നിട്ട് നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ആ എന്ത് ടൈമിൻ്റെ ആവറേജ് വാല്യൂ എന്താ? എന്ത് ടൈം എങ്ങനെയാ? an ഇൻറ്റു കോസ് സ്ക്വയർ എൻ എക്സ് ആണല്ലോ. അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെയാ? an ഇൻറ്റു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ് ആണല്ലോ. അങ്ങനെയല്ലേ ആവറേജ് വാല്യൂ വരുന്നത് അല്ലേ? അവിടെ മാത്രം ഒരു ചേഞ്ച് ഇല്ല, പക്ഷേ അതിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാ സംഭവങ്ങളും മാറും അല്ലേ? പിന്നെ നോക്കുമ്പം ബി എന്നികളിലോട്ട് പോകുമ്പോൾ b1 ഇൻറ്റു 1/2 പൈ ഇൻറ്റു, കാരണം അതിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ 0 ആവും. a0/2ൻ്റെ കൂടെ വരുന്ന ആവറേജ് വാല്യൂ 0 ആവും, a1ൻ്റെ കൂടെ വരുന്ന ആവറേജ് വാല്യൂ 0 ആവും. കാരണം അവിടെ എല്ലാം എമ്മും എന്നും ഡിഫറെൻ്റ് ആണ്. പിന്നെ കോസിൻ്റെയും സൈനിൻ്റെയും ആവറേജ് വാല്യൂ 0 ആണ് ഓവർ എനി പീരീഡ്. അതേപോലെ എന്താ an മാത്രം ഒരു പ്രശ്നമില്ല, an അതേപോലെ അവിടെ നിൽക്കും. പിന്നെ വരുന്നത് b1 b2 b3 അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആവറേജ് വാല്യൂ എന്താ 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. സൈനും കോസും ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പം b1 0 ആവും, b2 0 ആവും, b3 0 ആവും. അതായത് b1 ഇൻറ്റു 0, അതായത് b1ൻ്റെ കൂടെ വരുന്ന ഈ ആവറേജ് വാല്യൂ
അതായത് സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ആവറേജ് വാല്യൂ 0 ആണെന്ന് റിമാർക്കിൽ കണ്ടതാണ്. അപ്പോൾ അടുത്തതും സൈനും കോസും വരുന്നതിൻ്റെ പ്രോഡക്റ്റാണ് അടുത്ത ടേമും വരുന്നത്. അടുത്ത ടേം എങ്ങനെയാണ് വരുന്നത്? B2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π സൈൻ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി. sin 2x ഇൻറ്റു cos nx dx. അതായത് സൈൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം. അപ്പോൾ അതെല്ലാം അങ്ങ് 0 ആയി പോകും. ഇവിടെ നിലനിൽക്കുന്ന ഒരേ ഒരാളാരാ? an മാത്രമാണ്. സോ നമുക്ക് കിട്ടും 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π f(x ഇൻറ്റു cos nx dx is equal to an ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π cos square nx dx. നമുക്കറിയാം cos square nxൻ്റെ ആവറേജ് വാല്യൂ എന്താ? 1/2 ആണ്. സോ 1/2π ഇൻറ്റു ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π cos square nx dx 1/2 ആണ്, നമ്മൾ കണ്ടതാണ് അല്ലേ? സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? an ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ് വരും. കാരണം നമ്മൾ കണ്ടതാണ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π cos square nx dx എന്താ? 1/2. അപ്പോൾ അതിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ an അല്ലേ വേണ്ടുന്നത്? സോ an ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π f(x ഇൻറ്റു cos nx dx എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ an കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 അപ്പുറം ആവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ an ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ -π f(x ഇൻറ്റു cos nx dx. ആ 2 2 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? an ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π f(x ഇൻറ്റു cos nx dx എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ a0 കണ്ടുപിടിക്കാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. a1 കണ്ടുപിടിക്കാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. a2 കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ a(n)ൻ്റെ ഫോർമുല മാത്രം കാണാതെ അറിഞ്ഞിരുന്നാൽ മതി. ഫോറിയർ സീരീസിൽ എല്ലാ a0 ആയിക്കോട്ടെ, a1 ആയിക്കോട്ടെ, a2 ആയിക്കോട്ടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. a0 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. a1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. മനസ്സിലായോ? ഇനി അതേപോലെ b1 കണ്ടുപിടിക്കണം. അതുപോലെ bn കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ 1ന് നമ്മൾ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷൻ 1 അതിനെ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ടേമിൻ്റെയും ആവറേജ് വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ അതിനെ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും? ആവറേജ് വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π ഫംഗ്ഷൻ dx. അതാണ് ആവറേജ് വാല്യൂ. ഓവർ -π ആവറേജ് വാല്യൂ അതാണ്. ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനെ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാവും? ഇക്വേഷൻ 1 ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് sin nx കൊണ്ട് ഓരോ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? f(x ഇൻറ്റു sin nx. അപ്പോൾ അടുത്ത വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു a0 ഇൻറ്റു sin nx പ്ലസ് a1 ഇൻറ്റു cos x ഇൻറ്റു sin nx പ്ലസ് a2 ഇൻറ്റു cos 2x ഇൻറ്റു sin nx പ്ലസ് a3 ഇൻറ്റു cos 3x ഇൻറ്റു sin nx പ്ലസ് എക്സെട്രാ പ്ലസ് b1 ഇൻറ്റു sin x ഇൻറ്റു sin nx പ്ലസ് b2 ഇൻറ്റു sin 2x ഇൻറ്റു sin nx പ്ലസ് b3 ഇൻറ്റു sin 3x ഇൻറ്റു sin nx പ്ലസ് എക്സെട്രാ. അങ്ങനെ പോവും അല്ലേ? bn അല്ലേ വേണ്ടുന്നത്? ലാസ്റ്റ് ടേം ഇടയ്ക്കുള്ള ടേം, അതായത് ഇത് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സെട്രാ പ്ലസ് എക്സെട്രാ കൊടുക്കണം കേട്ടോ. ഈ എന്ത് ടേം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് എക്സെട്രാ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടും ടേംസ് ഉണ്ട്. ഇങ്ങനെ പോവും പ്ലസ് എക്സെട്രാ പ്ലസ്, കാരണം എന്ത് ടേം bn sin nx ആണല്ലോ. എന്ത് ടേം bnകളുടെ കൂട്ടത്തിൽ അതിനെ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? bn ഇൻറ്റു sin nx ഇൻറ്റു sin nx എന്നാവും അല്ലേ? ഈ bnകളിൽ എന്ത് ടേമിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. bn ഇൻറ്റു sin nx ഇൻറ്റു sin nx, അതായത് ഈ b1 b2 അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് ടേം bn sin nx ആയിരുന്നു, അതിനെ നമ്മൾ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ടേമിൽ വരുന്ന ചേഞ്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം bn ഇൻറ്റു sin nx ഇൻറ്റു sin nx അതെന്ത് വരും? bn ഇൻറ്റു sin സ്ക്വയർ nx എന്നാവും ആ ഒരു എൻറ്റിറ്റി. മനസ്സിലായോ? എന്നിട്ട് ആവറേജ് വാല്യൂ കാണും. ആവറേജ് വാല്യൂ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π f(x ഇൻറ്റു sin nx dx is equal to a0/2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π sin nx dx പ്ലസ് a1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π cos x ഇൻറ്റു sin nx dx പ്ലസ് a2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π cos 2x ഇൻറ്റു cos nx dx പ്ലസ് എക്സെട്രാ പ്ലസ് b1 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π sin x ഇൻറ്റു sin nx dx പ്ലസ് b2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π sin 2x ഇൻറ്റു sin nx dx പ്ലസ് എക്സെട്രാ പ്ലസ് bn ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π sin സ്ക്വയർ nx dx.
മനസ്സിലായി? അതായത് ഓരോ ടീമിനെയും ഇക്വേഷൻ 1 ഓരോ ടീമിനെയും സൈൻ എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശേഷം എന്ത് ചെയ്യണം എന്നറിയാമോ? ശേഷം എൻ്റെ ആവറേജ് വാല്യൂ കാണണം. അതുകൊണ്ട് ഇവിടെ ഒരു പ്ലസ് എക്സെട്ര ഉണ്ട്. എന്ത് ടേം കഴിഞ്ഞാലും പിന്നെയും ടേംസ് വരാം. പ്ലസ് എക്സെട്രയും കൂടെ കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടില്ല, വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ആരൊക്കെ 0 ആവാമെന്ന് നോക്കും. സൈൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ ഓവർ എനി ഇൻ്റർവൽ 0. അപ്പോൾ ഈ ഒരു ടൈം 0 ആയിപ്പോയി. ഇനി ഇവിടെ നോക്കുമ്പോൾ കോസും സൈൻ്റെയും പ്രോഡക്റ്റാണ്. കോസിൻ്റെയും സൈൻ്റെയും പ്രോഡക്റ്റ് വെച്ച് ആവറേജ് വാല്യൂ നോക്കുമ്പോൾ അത് 0 ആണ്. റിമാർക്കുണ്ട്. ഇവിടെയും കോസിൻ്റെയും സൈൻ്റെയും പ്രോഡക്റ്റാണ്, ആവറേജ് വാല്യൂ 0 ആയി. ഇനി ഇവിടെ നോക്കി സൈൻ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ്. സൈൻ എക്സ് അല്ലേ? അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 1ഉം എന്നിൻ്റെ സ്ഥാനത്ത് വേറെ ഏതോ ഒരു വാല്യൂ എന്നും ആണ്. അപ്പോൾ എമ്മും എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആയി. സൈൻ 2x ഇൻറ്റു സൈൻ എം എക്സ് അല്ലേ? സൈൻ 2x ഇൻറ്റു സൈൻ എൻ എക്സ്. എമ്മും എന്നും ഡിഫറെൻ്റ് ആണ്. ഇവിടെ എം 2 ആണ്. അപ്പോൾ എം എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആവും. അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാം 0 ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് 0 ആവില്ല. ഇതിന് തൊട്ട് മുന്നേ വരെയുള്ളത് 0 ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ സൈൻ സ്ക്വയർ എൻ എക്സ് ഡി എക്സ് ആണ് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോഴും എന്ത് വരും? അവിടെ സൈൻ എന്ത് വരും? അങ്ങോട്ടുള്ളതും 0 ആവും. കാരണം എന്താ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഫോം, അതായത് സൈൻ എം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഫോമിലാണ്. പക്ഷേ എമ്മും എന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള ടേംസും 0 ആയിപ്പോവും. അപ്പോൾ ആകെപ്പാടി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഈ ബി എൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കിട്ടും 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -2π/2π സൈൻ സ്ക്വയർ എൻ എക്സ് ഡി എക്സ് ആണല്ലോ. ബി എൻ അല്ലേ വേണ്ടുന്നത്? ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ എൻ എക്സിൻ്റെ ആവറേജ് വാല്യൂ എന്താ? 1/2. അതായത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π സൈൻ സ്ക്വയർ എൻ എക്സ് ഡി എക്സ് എന്താ? 1/2. അപ്പോൾ നമുക്ക് കിട്ടും 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ബി എൻ അല്ലേ വേണ്ടുന്നത്? ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബി എൻ അപ്പുറം പോകുമ്പോൾ എന്താവും? ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 1/2 അപ്പുറം പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷനാവും. സോ ബി എൻ എന്ത് കിട്ടും? 2 ഇൻറ്റു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ആണല്ലോ, അങ്ങനെ കിട്ടുമല്ലോ. സോ ബി എൻ ആ 2 ക്യാൻസലായി പോകുമ്പോൾ ബി എൻ എന്ത് കിട്ടും? നമുക്ക് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഇപ്പോൾ B0 കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. B1 കണ്ടുപിടിക്കാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. B2 ആണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 2. മനസ്സിലായോ? B1 കണ്ടുപിടിക്കുമ്പോൾ ഈ ഫോമിൽ എങ്ങനെയാവും? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ്. സൈനിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. സൈൻ എക്സ് ഡി എക്സ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോറിയർ സീരീസ്. ഏതാ? ഇക്വേഷൻ 1 ആണ് നിങ്ങളുടെ ഫോറിയർ സീരീസ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 a0 പ്ലസ് എഫ് ഓഫ് എക്സ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് ആണ് ഇക്വേഷൻ 1. അതായത് 1/2 ഇൻറ്റു a0 പ്ലസ് a1 cos x പ്ലസ് a2 cos 2x പ്ലസ് എക്സെട്ര പ്ലസ് b1 sin x പ്ലസ് b2 sin 2x പ്ലസ് എക്സെട്ര. അവിടുത്തെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള എന്നും ബി എന്നും കണ്ടുപിടിക്കാനുള്ള ഫോമുലാസാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ ബോക്സിൽ വരച്ചിരിക്കുന്നത് മാത്രം കാണാതെ ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറും കാണാതെ അറിഞ്ഞിരിക്കണം. എൻ എന്താ? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ a0 കണ്ടുപിടിക്കാൻ ഈ ഫോമുലയിൽ എന്നിന് 0 കൊടുക്കണം. a1 കണ്ടുപിടിക്കാൻ 1 കൊടുക്കണം. മനസ്സിലായോ? a2 കണ്ടുപിടിക്കാൻ 2 കൊടുക്കണം. ഇനി അതുപോലെ ബി എൻ കണ്ടുപിടിക്കാൻ ഉള്ള ഫോമുലയാണ് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇവിടെ ബികളിൽ കോഎഫിഷ്യൻസ് തുടങ്ങുന്നത് B1 B2 എക്സെട്ര അങ്ങനെയാണ്. അപ്പം B1 കണ്ടുപിടിക്കാൻ ഇതിന് 1 കൊടുക്കണം, B2 കണ്ടുപിടിക്കാൻ ഇതിന് 2 കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ 2 ഫോമുലയും കാണാതെ അറിഞ്ഞിരിക്കണം. ഇതാണ് ഫോറിയർ കോഎഫിഷ്യൻസിൻ്റെ ഫോമുല. AI-കളിലാണെങ്കിൽ A0 മൊത്തമാണ് തുടങ്ങുന്നത്. A0, A1, A2. ഇവിടെ ആകുമ്പോൾ B1 B2 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ?